നിങ്ങളിപ്പോ വിചാരിക്കും ഞാൻ എന്തോ ഒരു മണ്ടിയാ, ഈ ഊന്നുവടി താങ്ങിക്കൊണ്ടാണോ വരുന്നത്, ഊന്നിയല്ലയോ നടക്കണ്ടേന്ന്. കർത്താവിന്റെ കൃപ കൊണ്ട് ഇതുവരെയായിട്ട് ഈ ഊന്നുവടി ഊന്നി നടക്കേണ്ട ഒരു അവസ്ഥയിൽ ദൈവം എന്നെ എത്തിച്ചിട്ടില്ല. പിന്നെ ഇതെന്റെ ഇച്ചായ, എന്റെ കെട്ടിയോൻ ഏലക്കാമുട്ടിൽ ഏലിയാസ് ഇച്ചായന്റെയാ. ഈ ക്രിസ്മസ് ആവുമ്പോ കൃത്യം 7 വർഷമാവും എന്റെ ഇച്ചായൻ എന്നെ വിട്ടു പിരിഞ്ഞു പോയിട്ട്. ഇച്ചായൻ പോയത് പിന്നെ എല്ലാ ക്രിസ്മസിനും ഞാൻ ഇതിവിടെ കൊണ്ടുവന്ന് ഈ സോഫയിൽ ഇങ്ങനെ ചാരി വെക്കും. ഇച്ചായൻ ഉള്ളപ്പോഴോ സോഫയിൽ ഈ ഊന്നുവടിയും പിടിച്ചോണ്ടൊരു ഇരിപ്പുണ്ട്. ഞങ്ങൾ പുൽക്കൂട് കൂട്ടുന്നതും ക്രിസ്മസിന് കേക്ക് മുറിക്കുന്നതും കരോള് വരുന്നതും പിന്നെ ഞങ്ങൾ കുറച്ച് വീഞ്ഞൊക്കെ കുടിച്ച് ഇങ്ങനെ ആഘോഷിക്കുന്നതും എല്ലാം ഇച്ചായൻ ഇങ്ങനെ സോഫയിൽ ഇരുന്ന് കണ്ടോണ്ടിരിക്കും. ഇതെല്ലാ ക്രിസ്മസിനും ഇങ്ങനെ എടുത്ത് വെക്കുമ്പം ഇച്ചായൻ ഈ പരിസരത്തും എൻ്റെ അടുത്തും എല്ലാം ഉള്ളൊരു ഫീലാ എനിക്ക്. ഇച്ചായൻ എങ്ങും പോയിട്ടില്ല, എൻ്റെ ഇച്ചായൻ എങ്ങും പോയിട്ടില്ലേ. ഇച്ചായോ, കർത്താവ് അങ്ങയുടെ കുഴിമാടം സ്വർഗമാക്കി തരട്ടെ, അല്ലാതെ ഞാൻ എന്തോ പറയാം. കർത്താവേ, തിരുദേവി ദേവി ദേവി തിരുതിരി ദേവി വഴികാട്ട് തിരുതിരി ദേവി തിരുതിരി ദേവി. ഇച്ചായൻ ഇവിടെ ഓട്ടിരിക്ക, പിള്ളേരൊക്കെ വരുമില്ലേ കാനഡയെന്ന്. എനിക്ക് നോക്കിക്കണ്ട് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഇവിടെ ഇരിക്കുക കേട്ടോ. അന്നക്കുട്ടിയെ നീ പോവാന്നോടി? ഓ വന്നോ എന്റെ പൊന്നിച്ചായ, ഇതെന്തുവാ? ഞാൻ നിങ്ങളോട് പിറക്കവാ. എന്താ നിന്റെ മുഖത്ത് രാവിലെ മുതലൊരു വാട്ടം ഞാൻ കാണുന്നുണ്ട്. തോന്നിയല്ലയോ ഉണ്ട്. ഞാൻ നിങ്ങളോട് എത്ര തവണ ചോദിച്ചു, ആ പാലായിലെ 5 ഏക്കർ വസ്തു 6 പേരിൽ എഴുതി വെച്ചേക്കുന്നത് നിങ്ങൾ പറഞ്ഞോ? അതെന്തിനാടി നീ അറിയേണ്ട കാര്യം എന്താടി? നിനക്ക് ഈ മുതുപ്രായത്തിൽ എന്തിനാടി വസ്തുവും സ്വത്തും ഒക്കെ? പിള്ളേർ നിന്നെ നല്ലപോലെ നോക്കുന്നില്ല, പിന്നെ എന്തുവാ? അത് നോക്കുന്നുണ്ട്, കാര്യം ശരിയാ. പിന്നെ എനിക്ക് പ്രായമായിട്ട് വരികയോ? എന്റെ സ്വഭാവത്തിന് അവർ വല്ല അനാഥാലയത്തിലോ അഗതി മന്ദിരത്തിലോ കൊണ്ടാക്കിയാൽ ഞാൻ എന്തോ ചെയ്യും? നിന്റെ സ്വഭാവത്തിന് ഞാൻ ജീവിച്ചിരുന്നപ്പോ ഇത് ചെയ്യേണ്ടതാ. നിന്റെ അപ്പനപ്പൂമാർ ചെയ്ത പുണ്യം കൊണ്ടാ എപ്പോഴും നീ ഇവിടെ താമസിക്കുന്നു ഓർത്തോണം കേട്ടോ. നീ എന്നെ ദേഷ്യം പിടിപ്പിക്കില്ല, ഞാൻ ചവിട്ടി ഓടിക്കാൻ അടുപ്പി വെക്കും. നീ എന്റെ അലമാരി തുറന്നിട്ട് ആ ഫിലിപ്പ് മോൻ കൊടുത്ത് വിട്ട് ആ കൂളിംഗ് ക്ലാസ് എടുത്ത് ഈ വടിയലൊന്ന് ഫിറ്റ് ചെയ്ത് വെക്കടി. അതെന്തോത്തിനാ? ക്രിസ്മസ് ഒക്കെ ഇല്ലയോ, ഞാൻ ഇച്ചിരി ഗമക്ക് ഇവിടെ ഇരിക്കട്ടെ. എനിക്ക് മനസ്സിലായി. അപ്പുറത്ത് താമസിക്കുന്ന ത്രേസ്യ പള്ളി പോകുന്നത് കാണാനില്ലയോ നിങ്ങൾക്ക് ഇപ്പൊ കൂളിംഗ് ക്ലാസ്? ഞാൻ തരത്തില്ല. വടിയായാലും ഇവിടെ ഒടുക്കത്തെ സംശയം തീരത്തില്ലല്ലോ. നിങ്ങളുടെ സ്വഭാവം അങ്ങനെ എന്നെ കൊണ്ടൊന്നും പറയില്ല. നിങ്ങൾ എന്നോടൊന്നും മിണ്ട. ആരായാലും വസ്തു ആർക്കാ കൊടുത്താ ചോദിച്ചത്? മിണ്ടത്തില്ല, അത് ചോദിച്ചാ മിണ്ടത്തില്ല. രാവിലെയുള്ള വീഞ്ഞെല്ലാം കൂടെ അടിച്ചു കയറ്റി തലയ്ക്ക് വരുത്തിരുന്ന് പിച്ചുംപേയും പറയാൻ തുടങ്ങി ഇല്ലയോ? ആര് വീണ്ടടിച്ചെന്നാ? പിന്നെ പിച്ചുംപേയും പറയല്ലേ ഇത്? രാവിലെ പാപ്പി പൊക്കോണം കേട്ടോ. എന്റെ ഇച്ചായനോട് കാര്യം പറയാൻ എനിക്ക് പിച്ചും പേയും ഒന്നും പറയണ്ട. ഇന്ന് വന്ന അച്ചായൻ പിന്നെ വരാതെ സ്ഥിരം പരിപാടിയായത്. പിന്നെ ഇന്ന് ഇച്ചായൻ വന്നപ്പം എന്റെ ശമ്പള വർധനയുടെ കാര്യം പറഞ്ഞായിരുന്നു അമ്മച്ചി. അയ്യോ, ഞാനങ്ങ് മറന്നു പോയടാ. അതെന്തൊരു പരിപാടി അമ്മച്ചി പറഞ്ഞില്ല? എനിക്കറിയാം പറയാൻ. ഹലോ ഏലിയാസ് അച്ചായ, 10 കൊല്ലം മുമ്പ് 15,000 രൂപ ശമ്പളം തരാമെന്നും പറഞ്ഞ് നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയതാ. ഞാൻ വന്ന് 3 വർഷം കഴിഞ്ഞപ്പോ നിങ്ങളങ്ങ് പോയി. ഈ 15,000 അല്ല എനിക്കിപ്പോ കിട്ടുന്നത്, വെറും 12,000 രൂപയാണ് ഈ അമ്മച്ചി എനിക്ക് തരുന്നത്. 3,000 രൂപ കട്ടും. എനിക്ക് വയ്യ ഈ നക്കാപ്പിച്ച പൈസക്ക് വിദേശ പട്ടിയുടെ കാട്ടം കോരാനും കരിയിലെ കിടന്ന് മറിയാനും കൊണ്ടും. ഇന്നലെ കരിയുടെ വാരം ചെന്നപ്പോ ഒരു പടുതാരം എന്നോട് ചോദിച്ചു, നിനക്ക് എന്തുവേലും കിട്ടുന്നുണ്ടോടാ? നാണം കെട്ടുപോയി. ആ 64 കാലും ആ പടുതാരനെ പിടിച്ച് ഞാൻ പറഞ്ഞു, ആരോടും പറയല്ലേടാ. ഇന്നലെ എന്നോട് പറഞ്ഞു മച്ചിക്കേറി ചിലന്തി വല അടിക്കടാന്ന്. മച്ചിക്കേറിയപ്പോ ഒരു ചിലന്തി എന്നോട് പറയുവാ, ചോണയുണ്ടോടാ നിനക്ക് ഇതുപോലൊരു വല ഉണ്ടാക്കി കാണിക്കാണെന്ന്. അവന്റെ 8 കാലം ഞാൻ പിടിച്ച ആടും പറയല്ലേടാ. അത്രയ്ക്ക് നാണം കെട്ടാ ജീവിക്കുന്നത്. ശമ്പളം കൂട്ടി തരാൻ പറയാ. എന്റെ പാപ്പി, നീ വെറുതെ ഇങ്ങനെ വായിട്ട് അലക്കുവാ. എപ്പോഴേ ചായ വടി വിട്ടുപോയി. വണ്ടി വിട്ടുപോയെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ വടി വിട്ടുപോയത് ആദ്യമായിട്ട് കേൾക്കുവാണ്. നീ കൂടുതൽ വർത്താനം പറയാതെ നീ പോ. എന്തായാലും ഇവരുടെ സ്ഥിരം പരിപാടിയായി ഈ മരിച്ചുപോയി കഴിഞ്ഞാല് അവരുമായിട്ടുള്ള ബന്ധമുള്ള സാധനം കെട്ടിപ്പിടിച്ചിട്ടിരുന്നു അവരോ എന്ന് പറഞ്ഞോട് സംസാരിക്കുന്നത്. എന്റെ അമ്മച്ചയ്ക്ക് ഉണ്ടായിരുന്നു ഇതുപോലെ ഒരു സ്വഭാവം. പടിയല്ലെന്ന് അമ്മച്ചിക്കുള്ളതൊരു ഈരഴയും തോർത്തായിരുന്നു. സോറി അച്ഛാ, ക്ഷമിക്കണേ. ഞങ്ങളുടെ അമ്മച്ചിക്കുള്ളതൊരു ഈരഴയും തോർത്തായിരുന്നു ഞങ്ങളുടെ അപ്പച്ചന്റെ. ഈ അപ്പച്ചൻ അങ്ങ് മരിച്ചതിന് ശേഷം ഈ അമ്മച്ചി ഈ ഈരഴയും തോർത്തെടുത്ത് എന്നും ഇതുപോലെ അമ്മച്ചി കാണിക്കത്തില്ലേ, അതുപോലെ കാര്യം പറയുകയും വർത്താനം പറയുകയും വിഷമം വരുമ്പോൾ കണ്ണുനീര് തുടക്കുകയും എല്ലാം ചെയ്യും. അങ്ങനെ ഒരു ദിവസം ഈ അപ്പൂപ്പന്റെ ഈരഴയും തോർത്ത് നനച്ച് വേലിക്കലിട്ടു. ഒരു തെക്കൻ കാറ്റ് വന്ന് ഈ തോർത്തെടുത്ത് പറത്ത് അപ്പുറത്തെ ലീലാമ്മ ചേച്ചിയുടെ അയ്യത്ത് കൊണ്ടിട്ടു. ഈ ലീലാമ്മ ചേച്ചിയുടെ ഭർത്താവ് ഉണ്ടല്ലോ നാരായണ കൊച്ചാട്ടൻ, ഈ നാരായണ കൊച്ചാട്ടൻ ഈ തോർത്തെടുത്തു. അയ്യോ, അമ്മച്ചി എന്ന് പറഞ്ഞു, എന്റെ കെട്ടിയോണ്ട് തോർത്താ തരണം, ഞാനൊന്നും വർത്താനം പറയുന്നതാ. ഇയാള് കൊടുത്തില്ലെന്ന്. പിന്നെ എന്തോ ചെയ്തു? പിന്നെ എങ്ങനെ കാര്യം പറഞ്ഞു അമ്മച്ചി? ഇപ്പൊ നാരായണ കൊച്ചാട്ടൻ തോർത്തെടുത്ത് കുളിക്കാൻ നേരത്തെ അമ്മച്ചി അവിടെ ചെന്നിരുന്ന് കാര്യം പറയുക. ഇതാണ് നാരായണ കൊച്ചാട്ടൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഭയങ്കര ഉടക്കാന്ന്. ഈ അമ്മച്ചി അവിടെ ചെന്നിരിക്കുന്നതുകൊണ്ട് പുള്ളിക്ക് വൃത്തിയായിട്ട് മേലെ ചൊറിച്ച് കുളിക്കാൻ പറ്റുന്നില്ലെന്ന്. അയാൾ കുളിക്കാൻ അയാൾക്ക് അതിന്റെ ഇത് അറിയാത്തത് കൊണ്ടാ. എടാ നിനക്കറിയാവോ,
എന്നെ ഇച്ചായം പെണ്ണ് കെട്ടിക്കൊണ്ട് വരുമ്പം ഇവിടെ ഇങ്ങനൊന്നും വല്ല ആണോ? വഴി അങ്ങനെ ഉണ്ടോ? എങ്ങനെ നിങ്ങൾ വന്നു ഇവിടെ? കാടും മലയും പുഴയും കടന്ന് തേരി വരുന്ന ഒരു വള്ളിത്തേരാണേ. ക്രിസ്മസ് ആയിട്ട് ഇങ്ങനെയാണോ പാടുന്നത്? പാടിക്ക് ഞാൻ പറഞ്ഞേക്കാം. നീ എന്തുവാടാ പാപ്പി? ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ? എന്തുവാ എനിക്കൂടെ തരാമോ? എന്തുവാ വീഞ്ഞോ? ആ, ഞാൻ കഴിഞ്ഞ ആഴ്ച 10 കിലോ മുന്തിരിങ്ങ വാങ്ങിച്ചോണ്ട് തന്നതാ വീഞ്ഞുണ്ടാക്കാനല്ലയോ? അല്ല, പിന്നെ ഞാനിത് ഈ ടൈൽസിലിട്ട് നിറങ്ങി. അയ്യടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. മീനുണ്ടാക്കി വെച്ചേക്ക് വന്നേലും അത് നിനക്ക് തരാനുള്ള അല്ല. എന്റെ കാനഡയിലെ പിള്ളേർ വരുമ്പോ ഞങ്ങൾക്ക് അതൊന്ന് സെലിബ്രേറ്റ് ചെയ്ത് കുടിക്കാനാ. തൊട്ടാ ഞാൻ കഴിഞ്ഞാൻ അറിഞ്ഞിടും. എനിക്കറിയാതെ എവിടെ ഇരിക്കുന്നത്. തട്ടുമ്പോൾ തിരുപ്പുണ്ട്. അതെങ്ങനെ മനസ്സിലായി? ഞാൻ കണ്ടായിരുന്നു ഒരു എലി ആടി വന്ന് അവിടെ ഇവിടെ ഇടിച്ച് ഇറങ്ങി പോകുന്നത്. അത് വേറെ എന്തെങ്കിലും ആയിരിക്കും. നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഭാഗത്താണ് ഞാൻ അത് വെച്ചേക്കുന്നത്. ഞാൻ സൂക്ഷ്മമായിട്ട് അത് ഞാൻ സൂക്ഷിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. എന്തൊരു സ്ത്രീ? എന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് അത് നീ ചെയ്തോ? എന്റെ പാപ്പി ക്രിസ്മസ് വന്ന് മിറ്റത്ത് നിൽക്കുവാ. ഞാൻ പോയി പറഞ്ഞു വിടണോ? പോടാ. എടാ, പുൽക്കൂട് കെട്ടാൻ ഒരാളെ വേണോന്ന് എത്ര ദിവസം കൊണ്ട് ഞാൻ നിന്നോട് പറയുവാ. എന്റെ അമ്മച്ചി, ഇന്നലെ ഞാൻ പുൽക്കൂട് കെട്ടാൻ ആളെ തിരക്കി പോയി. നമ്മുടെ മെമ്പർ വർക്കിയില്ലേ, വർക്കിയുടെ അനിയൻ, അച്ഛനോട് കേൾക്കണം. മെമ്പർ വർക്കിയുടെ അനിയനാണ് ഈ പുൽക്കൂട് കെട്ടുന്ന ഇവിടെ വിദഗ്ധൻ. സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. വരുമോ? പാചകോടി മാത്രമേ നടക്കുന്നുള്ളൂ, അല്ലാതെ ഒരു കാര്യം നടക്കുന്നില്ല. ഇന്നും കൂടി പുൽക്കൂട് നിർമ്മിച്ചില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ബാക്കി പൈസ കൂടെ ഞാൻ കട്ട് ചെയ്യും. ഈ ചായനാണ്. അല്ല പിന്നെ അതെങ്ങനെയാ? എനിക്ക് കേൾക്കണം. പുൽത്തൊട്ടിലിൽ മറിയത്തിൻ പൊന്മകനായി പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമദിനം. പുൽക്കുടിലിൽ പുൽത്തൊട്ടിലിൽ മറിയത്തിൻ പൊന്മകനായി പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമദിനം. നിനക്ക് ആ ദിനമൊക്കെ ഓർമ്മയുണ്ടോ? നീ ഇവിടെ പുൽക്കോട് കെട്ടാൻ വരുമെന്ന് പറഞ്ഞതിന് ഓർമ്മയുണ്ടായിരുന്നു? വരാൻ പറ്റുമോ? മിനിഞ്ഞാന്ന് നീ വരാമെന്ന് പറഞ്ഞല്ലോടാ. വരാന്ന് പറഞ്ഞത് എനിക്ക് വേറെ കാര്യങ്ങളുണ്ടായിരുന്നു. അമ്മച്ചി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. ഇവിടെ പെട്ടെന്ന് ഈ സാമാനം ഉണ്ടാക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ എന്റെ പണി കൂടെ തിരക്കി എനിക്ക് പൈസ തരത്തില്ല. ഞാൻ പൈസ വാങ്ങിക്കി വരുന്നു. എനിക്ക് 2000 രൂപ. 2000 രൂപ എനിക്ക് ഉൾക്കൂടിലുണ്ടാക്കല്ലേ, വണ്ടി വാങ്ങിക്കല്ലേ 2000 രൂപ കമ്മീഷൻ തരാം. എന്നാലും ഭയങ്കര കാശാണ് ഈ അമ്മച്ചി കിലോടാ. ഭയങ്കര കാശാ. ഈ അമ്മച്ചി അങ്ങോട്ട് ഈ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത്. അയ്യോ, പട്ടിയുണ്ടല്ലോ കൂടെ. നീ ഉണ്ടത് എനിക്കറിയാം, അതല്ല ചോദിച്ചത്. ഈ മക്കളെല്ലാം കൂടെ എത്ര പട്ടിയാന്ന് ഈ വെളിയിലൊക്കെ വാങ്ങിച്ച് കെട്ടിയിട്ടേക്കുന്നത്. ഫ്രണ്ടിലോട്ട് നോക്ക്, കൂട്ടി കിടക്കുന്ന കാണാം. എന്തുവാ? കൊച്ചിൻ ഷിപ്പ്യാർഡ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് മറ്റേ ഇങ്ങനെയൊക്കെ ഒരു പട്ടിയില്ലേ? അത് ജർമ്മൻ ഷിപ്പ്യാർഡ്. അത് തന്നെ. ജർമ്മൻ ഷിപ്പ്യാർഡ് ഉണ്ടല്ലോ. പുറയിലോട്ട് കിടപ്പുണ്ട്. ഉണ്ട്. എന്തോ എന്റെ പേര് മറ്റേ റോഡ് വില്ലർ. ഓ, മുഖം നിറയെ വായുള്ള. അത് തന്നെ. ഇതിന്റെ പ്രത്യേകത എന്താ അറിയോ? ഇത് ആഹാരം കൊടുക്കുന്നവരെ കടിക്കത്തില്ല. ഞാനാ ഇതിന് ആഹാരം കൊടുക്കുന്നേ, പക്ഷെ എന്നെ കടിക്കും. നീ ആഹാരം കൊടുക്കാത്തവരെ കടിക്കത്തില്ലെന്നല്ലേ പറഞ്ഞേ? പക്ഷെ നീ എന്നല്ല ആഹാരം കൊടുക്കുന്നത്. പക്ഷെ നിന്നെ എങ്ങനെയാണ് പട്ടി കടിക്കുന്നത്? അതിന്റെ പകുതി ആഹാരം ഞാൻ എടുക്കും. അതിന്റെ ദേഷ്യം. അതിനുള്ള ചിക്കനും മുട്ടയും ബിസ്ക്കറ്റും പന്നും എല്ലാം കൊടുക്കും. എനിക്ക് പയറും കഞ്ഞി. നിനക്ക് കുറയ്ക്കാൻ അറിയാവോ? നിനക്ക് വാലാട്ടാൻ അറിയാവോ? അതുകൊണ്ടാണ് നിനക്ക് തരാത്തത്. എന്തുവാടാ പാപ്പി? പുൽക്കൂട് കണ്ട ആള് വന്നേ. നീ ഇവിടെ നിന്ന് ഏതാതെങ്ങനെ വേലക്കളന്നെ പോടാ. ഞാനെന്തോ ചെയ്യണം? തൊഴുത്തിലോട്ട് പോടാ. തൊഴുത്തിലോട്ട് പോയി എനിക്ക് എന്തൊരു കഷ്ടം. തൊഴുത്തിൽ പോയി കാര്യം നോക്കണം. പോടാ. സകല നേരം ചുമ്മാ ഇരിക്കാൻ സമ്മതിക്കത്തില്ല. സകല നേരം നീ അങ്ങനെ ചുമ്മാ നിൽക്കണ്ട. പോകട്ടെ. അരിപ്പുട്ടം വെച്ച് എന്താ? നീ ഏതാ? ഞാൻ ഷീമോൻ. സ്വന്തമായിട്ട് അങ്ങോട്ട് വന്നു. എന്ത് ഷീമോൻ എന്ന് പറഞ്ഞു? അല്ല, ഷീമോന്. ഷീമോന് എവിടത്തെയാ നീ? എന്റെ അച്ഛനറിയത്തില്ല, പണ്ട് ഇവിടെ അടക്കാക്കി എടുക്കാൻ വരുമായിരുന്നു. പവാലിന്റെ മോനാന്നോ? പവാലല്ല മച്ചി. പിന്നെ അല്ല, തണ്ണീർമുക്കം പണ്ടിന്റെ അവിടെ പണ്ടേ അടക്കാ കച്ചവടം ചെയ്തിട്ടിരുന്ന ഒരാളില്ലായിരുന്നു. പേരെന്തുവാ? കേറ്റി ഇട്ടുടുപ്പ്. അപ്പൊ നിന്റെ ഉപ്പാപ്പനാന്ന് ഇറക്കിയിട്ട നിക്കറ്? അല്ലെന്ന്, കേറ്റി ഇട്ടുപ്പ്. ഇട്ടു. ഞാൻ അവന്റെ പേര് പറയത്തില്ല. പണ്ട് അവൻ ഇവിടെ പണിക്ക് വന്നപ്പോ അവന്റെ പേര് വിളിച്ചതേ ഈ ഒരു പല്ല് വെപ്പാ തുപ്പെന്ന് പറഞ്ഞപ്പോ തെറിച്ചു പോയി. എന്തുവാ ഇത് ഉണ്ടാക്കാനുള്ള പൈസ? ഉണ്ടാക്കാനുള്ള തുക നീ പറ. ചുമ്മാ ഒന്ന് തല്ലിക്കൂട്ടിയായിരുന്നു പറ. നല്ല വൃത്തിക്ക് ഉണ്ടാക്കണം. യേശുവിനും ഫാമിലിക്കൊക്കെ ഇരിക്കട്ടെ. അതാ പറഞ്ഞത്. അതാ എത്ര അങ്ങോട്ട് പറയാം. അങ്ങോട്ട് 5000 രൂപ വേണം. തെക്കിന് തുറക്കുന്ന തെക്കിന് തുറന്നൊന്നും അല്ല പറഞ്ഞ ഞാന്. 5000 രൂപ കൂടുതൽ, അത് കുറയ്ക്കാൻ കൊണ്ട് ഇച്ചിരി. 5000 രൂപ വേണം. ഈ കൃത്യം 5000 രൂപ വേണം. തരത്തില്ലെന്ന് പറഞ്ഞില്ലയോ? 5000 രൂപ എന്തുവാ? സണ്ണിച്ചാന്റെ വീട്ടിൽ 1000 രൂപയുടെ പുൽക്കൂട്ടിന് ഞാൻ 10000 രൂപ വാങ്ങിച്ചു. അത്രയും ചോദിച്ചോ ഞാൻ? അത്രയില്ല. അത് 5000 രൂപ എനിക്ക് ലാഭ. പെട്ടെന്ന് എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് ചെയ്യ. അല്ല പിന്നെ കുടിക്കാൻ എന്തോന്നാ വേണ്ടേ? കുടിക്കാൻ ഗ്ലാസോ അല്ലെങ്കിൽ കോപ്പ എന്തെങ്കിലും എടുത്താൽ മതി. ചൂടുവെള്ളം തരണം. അത് ഞാൻ നിന്നോട് വെച്ചാൽ കുടിക്കാൻ എന്തോ വേണ്ടെന്ന്. അപ്പൊ നീ കുഞ്ഞായി വർത്താനം പറഞ്ഞു. നീ കുടിക്കണ്ട. നീ പാപ്പിയേ പഞ്ചാര ഇട്ടിട്ട് എന്തുവാ കാപ്പി? ഞാൻ ഇവിടുത്തെ പണിച്ചറക്കനെ വിളിച്ചതാ. എടാ പാപ്പിയേ. എന്തോ അമ്മച്ചി? ഇങ്ങോട്ടാണ് നീ. ഈ അമ്മച്ചിയുടെ കാര്യം കൊണ്ട് എന്തോ ഒരു കഷ്ടമാന്ന് പറഞ്ഞിട്ട് എന്തുവാ? നീ എവിടെ ഇരുന്നടാ? ഞാൻ തെങ്ങിന്റെ മണ്ടലിൽ ഇരിക്കുവായിരുന്നു. തൊഴുത്തി ഞാൻ നിന്നെ പറഞ്ഞു വിട്ടാണോ? തൊഴുത്തിന്ന് പശു തൊഴിച്ച് കയറ്റിയതാണ്. അപ്പൊ ഇവിടെ നിന്ന് ഈ ചെറുക്കൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നോക്ക. എവിടെ വെക്കേണ്ടത്?
അമ്മച്ചി പോക്കോ, ഞാൻ പറഞ്ഞു കൊടുത്തോളാം. നോക്കി കാണിച്ച് വീട്ടങ്ങനെ നോക്കടാ. ചായോ ആ അച്ഛൻ ഇരിക്കുന്നല്ലേ, അച്ഛൻ പോയിലോട്ട് യാ. നോക്കി കണ്ടോ ചെയ്ത അമ്മച്ചി പൈസ മാത്രമല്ല കേട്ടോ, നല്ല പ്രയോജനമുണ്ട് കേട്ടോ. എന്താ പറയുന്നത്? എന്തോ ഭയങ്കര പണക്കാരാ ഇവരുടെ മക്കളൊക്കെ. ശരി, ഇവര് ഭയങ്കര ആ പണക്കാരാ. ഭയങ്കര പണക്കാരാ. ഇവരുടെ മൂത്ത മോനുണ്ടല്ലോ ലണ്ടനിൽ 3 ഹോസ്പിറ്റലുണ്ട്. ഉണ്ടോ? ആ അയ്യോ, ഭയങ്കര കാശാന്നല്ലോ. പിന്നെ അമ്മച്ചി എല്ലാ ആഴ്ചയിലും പോയി ഒന്നുമില്ലാലും ഓപ്പറേഷൻ ചെയ്തിട്ട് വരും. അന്നിരാ മോനെ പഠിപ്പിച്ചെന്റെ പൈസ മുതലാക്കാനാന്നും പറഞ്ഞു. ഇളയൊരു മോനുണ്ടായിരുന്നില്ല, അതെടാ. ആ ഇളയ മോനുണ്ടായിരുന്നു. നിനക്ക് എങ്ങനെ അറിയാവനെ? അവന് ഞാനോട് ഒന്നിച്ച് പഠിച്ച മണ്ടനായിരുന്നു. അവനോ? അല്ല, ഞാന്. അത് മനസ്സിലായി. എടാ അവനും ന്യൂയോർക്കിലാ. ഇവർക്ക് ഭയങ്കര ബന്ധുക്കാർക്ക് ഭയങ്കര കാശുകാരെ. നമുക്ക് ഇതുപോലെ ബന്ധുക്കാർ കാശുകാരില്ല. ഇല്ലടാ, നിനക്കൊണ്ടായിരിക്കും, നിന്നോട് ആരും പറയാത്തതാ. നീ വലിഞ്ഞു കയറി ചെല്ലും. പിന്നെ നീ എല്ലാം കഴിച്ചായിരുന്നോ? കഴിച്ചില്ല, അമ്മച്ചി തരത്തില്ലടാ. രാവിലത്തെ പാലപ്പം ഇരിപ്പുണ്ട്, പക്ഷെ തണുത്തതാ. തണുത്താന്ന് മറ്റേ ചൂടാക്കുന്ന സാധനമില്ലേ? എന്തുവാ? മൈക്രോവേവ് ഗോവന്. ഓവനോ? എന്തുവാ? അല്ല, ചൂടാക്കുന്ന പിക്ചർ ട്യൂബ് ഇല്ലാത്ത TV ഇല്ലേ? ഓവൻ, മൈക്രോവേവ് ഓവൻ. അതിനകത്ത് ചൂടാക്കിട്ടതാ. അത് ചൂടാക്കത്തില്ല അമ്മച്ചി. അതാ. കറണ്ട് അടിക്കൊന്നും പേടിയാ, തൊടാൻ സമ്മതിക്കത്തില്ല. ഇവരെ കറണ്ടിന് പേടിയാ, അവർ അത്ര മനുഷ്യതി അവര്. വേറെ സാധനം വേണം. എന്തുവാ? വൈൻ ഉണ്ട്. ഞാൻ ഫൈനോട് അടിക്കാൻ ഞാൻ വൈൻ അടയ്ക്കണം. കിടുക്കൻ വൈൻ ഉണ്ടാക്കുന്ന ആളാണ് അമ്മച്ചി. അമ്മച്ചിയോ? പിന്നെ ഉണ്ടോ? പിന്നെ എടാ എല്ലാ വർഷവും ക്രിസ്മസിന് അമ്മച്ചി വൈൻ ഉണ്ടാക്കും. മക്കൾ വരുമ്പോ കൊടുക്കാൻ, കൊച്ചുമക്കളൊക്കെ വരത്തില്ലേ? ഇരിപ്പുണ്ടോ? പിന്നെ ഇരിപ്പുണ്ടോന്നോ, പക്ഷെ കിടുക്കൻ കൂട്ട്. എങ്ങനെ നേരത്തിൽ ഊർണ്ണം അടിച്ചാൽ മതി, തലയ്ക്ക് പിടിക്കും. മക്കൾ വരുമ്പോ കൂച്ചുന്നില്ല. എവിടെ എടുത്തോണ്ട് വരാമേ. പിന്നെ വേറൊരു കാര്യമുണ്ട്, അമ്മച്ചി കാണരുത്, കണ്ടാൽ കൊന്നു കൊല വിളിച്ചു കളയത് തന്നെ. എന്തോടാ അമ്മച്ചിയോടായിരുന്നു. ഞാൻ എവിടെ കറക്റ്റിന്റെ അവിടെ നിൽപ്പുണ്ട്. ഇതൊക്കെ എങ്ങനെയല്ലോ ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ട് സാറ്? എന്നെ നഖം പറയാ വരുത്തങ്ങ് കുളിരുന്നു കുളിരുന്നു. ഞാനേ ഒരെണ്ണം കൂടെ എടുക്കാൻ പറ്റും കേട്ടോ. പെരയുടെ വലുപ്പത്തിൽ ഞാൻ ഉണ്ടാക്കും. വലിയ ഒരെണ്ണം സാധനം പുൽക്കുടിൽ. അമ്മച്ചിയെ കാണത്തില്ല, അതുപോലെ ഞാൻ ഉണ്ടാക്കും. കാണത്തില്ല. എന്തുവാടാ എന്തുവാടാ ഇവിടെ കിടന്ന് പറയുന്നത്? അമ്മച്ചി ഞാൻ എലി കേറി എലിയെ. എടാ നീ അങ്ങോട്ട് ചെല്ലണ ചെറുക്ക വേലക്കള്ളനാന്ന്. അമ്മച്ചി അവൻ അവിടെ പണി ചെയ്യാൻ, അവനെ ശല്യപ്പെടുത്താൻ പോകുന്ന എന്തിനാണ് നമ്മള്? എന്തോ ഇവിടെ ഒരു പുളിച്ച നാറ്റം എന്തുവാ? പുളിച്ച നാറ്റോ? ഗബ്രിയേലിന്റെ ദർശനം. ഞാൻ അപ്പുറത്തോട്ടൊന്ന് പോയിട്ട് വരട്ടെ. അമ്മച്ചിയെ, അമ്മച്ചിയുടെ ജപമാല ഇവിടെ കാണ്ട് കിടക്കുന്ന കണ്ടായിരുന്നു അമ്മച്ചിയെ? ഈ കട്ടന്റെ കീഴിലെ കാണാം, അങ്ങോട്ട് നോക്കിക്കേ. നോക്കട്ടെ. കാവൽ മാലാഖമാരേ അടയ്ക്കരുതേ പുൽത്തൊട്ടിൽ രാജരാജൻ ആണല്ലേ ആണല്ലേ. നീ പണി കഴിഞ്ഞ് പോകുമ്പോ തരാം. പണി കഴിഞ്ഞ് പോകുമ്പോ ഇല്ല പിന്നെ ഇനി ചെല്ലാൻ പറ്റുന്ന അവിടെ ഇരിക്കുവോ? ജപമാല തപ്പിക്കൊണ്ടിരിക്കുവോ? ജപമാലേ കൊടുക്കോ? കൊള്ളാം. ബേസ്മെന്റ് ഒക്കെ അല്ലേ? ബേസ്മെന്റ് കെട്ടിക്കൊണ്ടിരിക്കുന്നുള്ളു. ബേസ്മെന്റ് കെട്ടിക്കൊണ്ടിരിക്കുന്നുള്ളു. അത് നല്ല പരിചയം തോന്നുന്നല്ലോ ഇത്. ഇതോ നിന്നോട് 1-ാം ക്ലാസ്സിൽ പഠിക്കാൻ നമുക്ക്. നല്ല കണ്ടിട്ട് നല്ല പരിചയം. അത് ഞാൻ അവിടെ നിന്നല്ലേ നമ്മുടെ വർഗീഷാന്റെ അവിടെ അധികം വന്നതാ ഈ സാധനം. നല്ല ഡിസൈൻ. നല്ല നല്ല കുടിക്കുമ്പോ ഓർക്കണം. എന്റെ വൈ കുടിക്കുമ്പോ നീ എന്തോ എടുത്ത് വെട്ടി മുറിച്ചേക്കുന്നത്? എന്റെ കമ്പ് കമ്പല്ലത്, ഏലക്കാ മൂട്ടിൽ ഏലിയാസാണ് അത്. അമ്മച്ചിയുടെ ഭർത്താവില്ലേ ഏലക്കാ മൂട്ടിൽ ഏലിയാസ്? അങ്ങനെ മരിച്ചതിന് ശേഷം അങ്ങനെ ആത്മാവ് ഈ വടിയേലാണ് ഉറങ്ങുന്നത്. ആത്മാവ് സർക്കസുകാരനാണ് വടിയെ കയറി കിടന്ന് ഉറങ്ങാനെ കൊണ്ട്. അമ്മച്ചി അച്ഛനായിട്ട് സങ്കല്പിച്ച് എന്നും വന്നും വെള്ളമെടുത്തിട്ട് ഇതിനോട് വർത്താനം പറയുന്നു. അവർക്ക് എന്റെ ദൈവമേ, ഇത് എനിക്കറിയത്തില്ല. അമ്മച്ചി ഒന്ന് രണ്ടുപേരുടെ കട്ടപ്പോയാ കേട്ടോ. ഈ സംസാരിക്കുമോ? ഈ കമ്പ് സംസാരിക്കുമോ? പിന്നെ കമ്പ് സംസാരിക്കാൻ കണ്ടിട്ടുണ്ടല്ലോ. സംസാരിക്കുന്നില്ലല്ലോ. പിന്നെ എന്ന് പറഞ്ഞാൽ നീ എന്നെ അക്ഷരം പഠിപ്പിച്ച സംസാരിക്കാനായിട്ട്. പണി എന്തുവായി? പണി തീരാറായി. ജമാല കിട്ടിയടാ, ജമാല കിട്ടി. പണി എന്തുവായി? അതെ, ഈ മേക്കൂര പണിഞ്ഞിട്ട് ബാക്കി താരോട്ടുണ്ടാക്കാന്ന് വിചാരിച്ചത്. എടാ അവിടെ പണിയാനല്ലോടാ പറഞ്ഞത്. എവിടെ? അവിടോട്ട് പണിയാനല്ലേ പറഞ്ഞത്. വെച്ചാ പോരാ പണിഞ്ഞിട്ട്. ഇവിടെ അമ്മച്ചി സ്പോട്ട് ലുക്ക് കിട്ടണ ഇങ്ങോട്ടാ. എടാ അവിടെ പണിയടാ, എന്നാലല്ലേ പിള്ളേരൊക്കെ വരുമ്പോ ഒന്ന് കാണത്തുള്ളൂ. അച്ഛൻ കുമ്പസരിക്കണം.
ഇവനെന്തോ പൊടിയടിച്ച് അലർത്തിയായതാണോ? അല്ലല്ല, അവൻ ഓവർ ടൈം ജോലിയല്ലേ അവന്. ക്രിസ്മസ് ആയിട്ടാ ഇങ്ങോട്ട് വന്നവൻ ഓവർ ടൈം ജോലിയുടെ എന്തുവാടാ പറയുന്നത്? എന്ത് വന്ന് അല്ല അതെ അമ്മച്ചി, ചായോ ഇവന്മാരുടെ പണി എങ്ങനെ ഉണ്ടായിരുന്നു? ഇങ്ങോട്ട് മാറാ, അച്ഛൻ ഉറങ്ങട്ടെ അമ്മച്ചി. ഇങ്ങോട്ട് മാറാ. നീ ചായ അച്ഛൻ അവിടെ കിടന്ന് ഉറങ്ങട്ടെ. മാറ ഇച്ചായോ. യോ യോ എന്റെ ഇച്ചായൻ എന്തിയാടാ? എടാ എന്റെ ഇച്ചായൻ എന്തിയാന്ന്? യോ. യോ എന്റെ ഇച്ചായൻ എന്തിയെ? ഞാൻ അടിക്കുന്നതാണ്. അയ്യോ. എന്റെ ഇച്ചായൻ എന്തിയാന്ന്? ഇവിടെ എന്റെ ഇച്ചായൻ അവിടെ പോയി. അച്ചായൻ വന്ന് എടുത്തോണ്ട് പോയി. ആരെ? ഏലിയാസ് അച്ചായൻ വന്ന് എടുത്തോണ്ട് പോയി. അമ്മച്ചി, ഏലിയാസ് അച്ചായന്റെ ആത്മാവ് വന്ന് എടുത്തോണ്ട് പോയല്ലോ. നീ കണ്ടില്ലടാ? ഇല്ലില്ല, ഞാൻ വിശ്വസിക്കത്തില്ല. പറഞ്ഞു കൊടുക്കണ എങ്ങനെയാന്ന്? വിശ്വസിക്കത്തില്ല. എന്റെ ഇച്ചായൻ വന്നെങ്കിൽ എന്നെ കാണാതെ പോത്തില്ലല്ലോ. ഞങ്ങൾ കണ്ടതാ, വന്നിട്ട് എടുത്തോണ്ട് അങ്ങോട്ട് പോയി. പിള്ളേരെ ഞങ്ങൾ പോവാന്ന് ഞാനും കണ്ടതാ. എന്നെ കാണാതെ പോയല്ലോടാ ക്രിസ്മസ് ആയിട്ട്. ജീവിച്ചിരുന്നപ്പോഴും കണ്ണേ കരളെ പൊന്നേ പൊടിയെന്നും പറഞ്ഞു നോക്കി ഞാൻ ജീവിച്ചാന്നേ. അതയാളെ മറന്നിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലേ? എന്നാലും എന്റെ ഇച്ചായോ എന്നെ കാണാതെ പോയല്ലോ. ത്രേസ്യയുടെ വീടിന്റെ ആ ഭാഗത്തോട്ടാ പോയെ. കണ്ട് അവിടെ കയറി പോന്നെ. ഇത് മാത്രം പാവം ഞാൻ ഞാൻ. പുറകെ പോയപ്പോ ഒന്ന് കണ്ടു അവിടെ കയറുന്ന. നീ പിന്നെന്താ മാറ്റം വ്യക്തമായി. ഇച്ചായോ കഷ്ടമുണ്ട്, ഞാൻ അമ്മച്ചോട് പറയാൻ പോകും. കഷ്ടമുണ്ട്, അവർ കരയുന്ന കണ്ടില്ലടാ. പറയുന്നത് എന്നെ കൊല്ലുവര്. പറയണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഞാൻ പറയാൻ പോകും. പറയലടാ. ഞാൻ പറയും, കാരണം എന്ന് പറഞ്ഞാൽ അമ്മച്ചി എനിക്ക് ഒന്നുമല്ല, എനിക്ക് ചോറ് തരുന്നില്ലടാ 3 നേരം. എല്ലാവരും വെട്ടിക്കൊല്ലുവല്ല, ഭയങ്കര കാശുകാരാണ്. ഞാൻ പറയും. എന്റെ ഇച്ചായോ ഇരുട്ട് കയറുന്നേ. അയ്യോ അതെന്തുവാടാ? കറണ്ട് പോയല്ലോ. കറണ്ട് പോയി. അത് ഡാമില് വെള്ളമില്ലാത്തോണ്ടായിരിക്കും അമ്മച്ചി. എടാ, എനിക്ക് ഒരു മെഴുകുതിരി എടുത്ത് കത്തിക്കാന്. മെഴുകുതിരിയോ? മെഴുകുതിരിയുടെ സംഭവം. മെഴുകുതിരി എവിടെ അമ്മച്ചി? എന്തുവാ അത്? അതില്ലാതെ മഴ പെയ്യുന്നുണ്ട്. എന്തുവാടാ പാപ്പിയേ? എന്തുവാ? ആ കറണ്ട് വന്നല്ലോ. എന്നാലും എന്റെ ചായ പോയി കളഞ്ഞല്ലോ. പോയി കളഞ്ഞല്ലോ. ഞാൻ പറയും കൊന്നാലും കുഴപ്പമില്ല അമ്മച്ചി. ഇവരുണ്ടല്ലോ ഇവിടെ ഇരുന്ന വടിയേ. ആ പോയിട്ടെങ്കി വന്നോ. എന്നാലും എന്നെ കളന്ന് പോയില്ലയോ. നീ നിൽക്കുന്നിടത്ത് മാത്രം ഭൂമി കുലുക്കം. പേടിച്ചിട്ട് വിറയ്ക്കുന്നതാ. ആ പടി അവിടെ റീപ്ലേസ് ആയത് കണ്ടോ നീ? ഞാൻ പറഞ്ഞില്ലേ ഇവര് വെള്ളം അടിച്ചിട്ട് പടിയോട് സംസാരിക്കുമെന്ന്. പിച്ചുമ്പേയും അത് വെച്ചുമ്പേയും അല്ലടാ. ഏലിയാസ് അച്ഛൻ ആത്മാവ് ഇവിടെ ഉണ്ട്. ഇയാള് സംസാരിക്കും. ഞാൻ പോവാ. അങ്ങനെ പറയാം. ഞാൻ വെട്ടി മുറിച്ച് കെട്ടി. ഞാൻ പിണക്കവാ. എന്താ പാടി? എന്തുവാന്ന് വെച്ചാ നിങ്ങൾ ഇത്ര നേരം അവിടെ പോയി കിടക്കാറുണ്ട്. എന്റെ ചങ്കം ഇടിച്ചു പോയില്ലയോ? ഞാനേ ഇവിടെ പിള്ളേർ വന്നില്ലേ പുൽക്കൂട് ഉണ്ടാക്കാൻ. ആ. അവന്മാരറിയാതെ എന്നെ വെട്ടിമുറിച്ച് പുൽക്കൂട് ഉണ്ടാക്കാൻ നോക്കി കേട്ടോ. പക്ഷെ അവന്മാർക്ക് അറിയത്തില്ലല്ലോ, മുറിച്ചാൽ മുറി കൂടുന്നവനാണ് ഏലക്കാൻ മുട്ടിൽ ഏലിയാസ് എന്ന്. ഞാൻ പിണക്കുവാ. എന്നാലും എന്നെ ഒറ്റയ്ക്കാക്കിട്ട് എവിടെ പോയതാ നിങ്ങള്? എടി, ഞാൻ നിന്നെ വിട്ടെങ്ങും പോകത്തില്ല. എല്ലാ ക്രിസ്മസിനും ഞാൻ നിന്റെ കൂടെ കാണും. എന്നാലും എത്ര കാലം? ഈ വടിയായാലും കാണും. അവന്റെ കൂട്ടി ഞാൻ അടുപ്പ് കയറ്റുവേ. ഓച്ചെ അവിടുന്ന് പാലായിലെ വസ്തു. ആ പോയി.